കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന നാമമുള്ളവൻ മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. ഈ ദൈവം എന്ന് ഒന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ശക്തനാണ്. അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ഇല്ലെന്നല്ല കർത്താവ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പരാജയപ്പെടുന്നത് ജയിച്ചവരും നമുക്ക് മുമ്പായി പുറപ്പെട്ടിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായവൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് നന്ദി പറയാനും ദൈവം ഭാഗം നമ്മളെ തന്നെ വിധേയപ്പെടുത്തണം. സ്വന്തം കൈകൊണ്ട് ഞാനിതൊന്നും ഉണ്ടാക്കിയെന്ന് പറയരുത്. എൻ്റെ സമ്പത്താണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്, എൻ്റെ ബലമാണ് ഞാൻ നിൽക്കാൻ കാരണമായത് എന്ന് പറയാതെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ. മറ്റിടത്ത് ദാവീദ് പറയുന്നു, ഓവേ അവിടുന്ന് ഒഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. ധൈര്യത്തോടെ പറയാൻ കഴിയുമോ? കർത്താവ് ഒഴികെ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയുമില്ല. സകല നന്മകളുടെയും അനുഗ്രഹത്തിൻ്റെ ഉറവിടം നമ്മുടെ കർത്താവ് മാത്രമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കഴിഞ്ഞ നാളുകൾ തിരിഞ്ഞു നോക്കുക. കരം പിടിച്ച് നടത്തിയൊരു ദൈവം, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞവൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ കൈവിടിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വം ഇന്ന് പ്രഭാതത്തിലും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്നുള്ളതിന് സംശയമില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന ഒരു കരം നിങ്ങളോട് കൂടെ ഇന്നും ഉണ്ട്. കേട്ടോ, മറന്നു പോകരുത്. ആരടച്ചാലും എൻ്റെ കർത്താവ് തുറക്കും. രാജ്യമടച്ചാൽ, അധികാരികളടച്ചാൽ, ബന്ധുക്കളടച്ചാൽ നിങ്ങൾ ഭാരപ്പെടുന്നു. തുറക്കുന്ന ഒരുവനുണ്ട്. കർത്താവ് തുറന്നാൽ, കർത്താവ് പ്രവർത്തിച്ചാൽ, കർത്താവ് ചെയ്താൽ അതിനെ തടയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ധൈര്യത്തോടെ പറ, ദൈവമേ അങ്ങ് എൻ്റെ ദൈവമാണ്. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തിൽ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും ദൈവം അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ ദൈവത്തോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു, ലജ്ജിച്ചു പോയതുമില്ല.
അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് നിങ്ങളുടെ വിഷയങ്ങൾ പറയാൻ തയ്യാറാകൂ. ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വാസത്താൽ പറയാൻ തയ്യാറാകട്ടെ. ഹഗൈ പ്രവചനം 2-ാമത് അധ്യായം 19-ാമത് വാക്യം നമുക്കറിയാം. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒരുമരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. യഹോവയായ കർത്താവിന്റെ അരുളപ്പാടാണ് നാം വായിച്ചു കേട്ടത്. വെൺകതിരും വിഷമഞ്ഞും കൽമഴയും കൊണ്ട് ദൈവം തന്റെ ജനത്തെ ദണ്ഡിപ്പിച്ച സമയങ്ങൾ. ദൈവത്തിങ്കലേക്ക് അവർ തിരിഞ്ഞില്ല. എന്നിട്ട് ദൈവം പറയും, ഇന്ന് തൊട്ട് നിങ്ങൾ മുൻപോട്ട് ദൃഷ്ടി വെക്കണം. യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ഈ ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെപ്പീൻ. അടിസ്ഥാനമിടാൻ സാഹചര്യങ്ങൾ എതിരായിരുന്നു, വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ശക്തമായ പ്രലോഭനങ്ങൾ അനേക സൈഡിൽ നിന്ന് വന്നു. പക്ഷെ ദൈവിക നിയോഗമുള്ളവരെ ദൈവം മന്ദിരത്തിന് അടിസ്ഥാനമിടാൻ ഉപയോഗിച്ചു. ആ ദിവസം മുതൽ ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടിവെക്കാൻ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ, ദൈവമുമ്പാകെ മുട്ടുകുത്താൻ, ദൈവത്തിൽ ആശ്രയിക്കാൻ, വിളിച്ചവനെ നോക്കാൻ തന്റെ ജനം തയ്യാറാകുന്ന ദിവസം മുതൽ ഇനിയും വിത്ത് കളപ്പുരയിൽ അതുപോലെ കിടക്കില്ല. വിശ്വസിക്കാമോ സഹോദരങ്ങളെ? നാളുകൾ അടയ്ക്കപ്പെട്ട ചില വിത്ത് ഫലം കായ്ക്കേണ്ടത്, പൊട്ടിപ്പുറപ്പെടേണ്ടത്, ഒതുക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട് കിടക്കുന്നെങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പുറപ്പെടുവിക്കേണ്ടത്, ഫലം കൊടുക്കേണ്ടത്, ആവർത്തിച്ചു പറയുന്നു, പൊട്ടിക്കിളിർക്കേണ്ടത്, വളർച്ചയെ ഒതുക്കുന്ന ഇരുളിന്റെ വ്യാപാരത്തിനകത്ത് ഇനിയും കിടക്കത്തില്ല. അത് ഫലം കായ്ക്കും. വെളിച്ചത്തിന്റെ ശക്തി അതിലേക്ക് പ്രവഹിക്കുകയാണ്. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളോലിവൃക്ഷവും കഴിക്കുന്നില്ലയോ? മറ്റുള്ളവർക്ക് ആകർഷകമായി, മറ്റുള്ളവരെ പുഷ്ടിപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന ചിലത് ഒതുങ്ങിപ്പോയിട്ട് നാളുകളായില്ലേ? ഒതുക്കപ്പെട്ടിട്ടും സമയങ്ങൾ കഴിഞ്ഞില്ലേ? പക്ഷെ ഇനിയും അങ്ങനെ നിൽക്കാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. വളർത്തേണ്ടവർ പലരും നിങ്ങളെ ഒതുക്കിയില്ലേ? മാറ്റി നിർത്തിയില്ലേ? പൂട്ടിയ അവസ്ഥയ്ക്ക് തുല്യമായില്ലേ? ആത്മാവിന്റെ വരങ്ങൾ ദൈവം നൽകിയത് പ്രകാശിപ്പിക്കാൻ കഴിയാതെ വണ്ണം താളം തെറ്റിയ മണ്ഡലങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന നിമിഷങ്ങളാണ്. ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുക. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ ആരാധിക്കാൻ, ദൈവം ഭാഗെ കുമ്പിടാൻ നിങ്ങൾ തയ്യാറാവണം. എന്നിട്ട് പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. മടങ്ങി വരൂ, പ്രാർത്ഥിക്കൂ, ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തോട് ചേർന്നിരിപ്പീൻ. പൂട്ടിയതിനെ ദൈവം തുറക്കാൻ പോയ, അടച്ചതിനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോയ, ചില വിത്തുകളെ ദൈവം ഫലം കായ്ക്കാൻ അവിടുത്തെ ശക്തിയുടെ വ്യാപാരത്താൽ നിയോഗിച്ചയക്കുകയാണ്.
കണ്ണുനീരോടെ നിങ്ങൾ വിതച്ചത് ഫലം കാണാതിരിക്കില്ല. ആർപ്പോടെ ഒരു കൊയ്ത്ത് യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുക. ചിലരാത്മാവിൽ ശക്തരാകാൻ പോകുക. പ്രാർത്ഥനയിൽ ശക്തരാകാൻ നിന്നെ ഒതുക്കുന്ന ചില ഭയങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടുത്തേണ്ട അവസ്ഥകൾ ഒക്കെ ദൈവാത്മാവ് പൊട്ടി നിന്റെ മേൽ ദൈവിക സന്ദർശനം വന്നാൽ, ദൈവത്തിൻ്റെ ഇടപെടൽ വന്നാൽ, പരിശുദ്ധാത്മാവ് നിന്നെ ടച്ച് ചെയ്താൽ ആർക്കാ നിന്നെ പിടിച്ചൊതുക്കാൻ പറ്റുന്നതോ നീ പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ഒതുക്കപ്പെട്ടത്, സ്വയം ഒതുങ്ങിയത് എല്ലാം അവിടുത്തെ ആത്മാവ് ഇന്ന് പകൽ പൊട്ടിച്ചെറിയുക. യേശുവിൻ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ജനത്തിൻ്റെ മേലും, കുടുംബങ്ങളുടെ മേലും, തലമുറകളുടെ മേലും, ദൈവസഭകളുടെ മേലും വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ ജനം എഴുന്നേറ്റ് പുറപ്പെട്ട് അവരുടെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ദൈവപ്രവൃത്തി ഫലം കായ്ക്കാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിൽ ആ ഫലം നിലനിൽക്കാൻ ഒരു സീസണിലേക്കല്ലല്ലോ കായ്ക്കേണ്ടത്. എന്നും കായ്ക്കാൻ, എന്നും ശക്തിയോടെ നിൽക്കാൻ, എന്നും ആത്മാവിൽ സമ്പന്നരാകാൻ, കരുത്തോടെ നിൽക്കാൻ, അനേകരെ പോഷിപ്പിക്കാൻ ഞങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നതിന് സ്തോത്രം. ഈ വാചന ഞങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കട്ടെ, സഹോദരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, അഭിഷക്തന്മാരുടെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കുന്നു. സൗഖ്യം വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിൻ്റെ ദൈവം, നമ്മുടെ ദൈവം ശക്തീകരിക്കുന്ന ദൈവം, പുറത്തു കൊണ്ടുവരുന്ന ദൈവം. ഈ വചനങ്ങൾ ആരോട് സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.